പൂജപ്പുര സ്പെഷ്യൽ സബ് ജയിലിൽ സംശയാസ്പദമായി 3 പാക്കറ്റ് സാധനം കണ്ടെത്തി. കഞ്ചാവാണോ എന്ന് സംശയം. ജയിൽ അധികൃതരുടെ പരാതിയിൽ പൂജപ്പുര പോലീസ് അന്വേഷണം തുടങ്ങി. ജയിൽ ഗ്രൗണ്ടിനടുത്താണ് പൊതികൾ കണ്ടത്. സിജോ വി ജോൺ ചേരുന്നു. സിജോ, വിവരങ്ങൾ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പൂജപ്പുര കുഞ്ചാലമൂടിലുള്ള സ്പെഷ്യൽ സബ് ജയിലിൽ ഒരു പരിശോധന നടക്കുന്നത്. സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് കിച്ചന്റെ ഭാഗത്ത് ചേർന്നുള്ള മതിലിന് സമീപത്ത് ഒരു കായം ഉള്ള ബോട്ടിൽ, നമ്മൾ സാധാരണ കായമൊക്കെ സൂക്ഷിക്കുന്ന ബോട്ടിലുണ്ട്, ആ ബോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3 പൊതി കാണുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കഞ്ചാവാണോ എന്നൊരു സംശയം ജയിൽ അധികൃതർക്ക് ഉണ്ടായത്. തുടർന്ന് ജയിൽ അധികൃതർ ഇത് പൂജപ്പുര പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഇത് കഞ്ചാവാണ് എന്ന് തന്നെയാണ് എന്നുള്ളത്. പക്ഷെ അത് കാര്യം സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെസ്റ്റുകൾ മറ്റും നടത്തേണ്ടതുണ്ട്. പോലീസിന്റെ സഹായത്തോടു കൂടി അത്തരം നടപടികളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ജയിൽ അധികൃതർ ശ്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഈ ഒരു ജയിലിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് മനസ്സിലാകുന്നത്. അതിനോട് ചേർന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് ഇത്തരത്തിൽ സാധനങ്ങൾ ജയിലിലേക്ക് ഉള്ളിലേക്ക് എറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും പുറത്തു നിന്ന് ഇതിനുള്ളിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുത്തതാണ് എന്നുള്ള സംശയമാണ് ഉള്ളത്. എന്തായാലും സൂപ്രണ്ടിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഈ ജയിലിൽ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജയിലുമായി ബന്ധപ്പെട്ട് ഏറെ ആരോപണങ്ങൾക്ക് നിലനിന്നിരുന്ന സാഹചര്യമാണ്. അപ്പോൾ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ വലിയ പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ 3 പാക്കറ്റ് സാധനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കഞ്ചാവാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് പരിശോധനകൾ വേണം. എന്നാൽ കഞ്ചാവാണ് എന്ന് ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്.